എല്ലാവർക്കും നമസ്കാരം. വീണ്ടും നമ്മുടെ ഐപ്ലസിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ സംസാരിച്ചിരിക്കുന്നത് ഡോക്യുമെൻറ്റ്സിൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ സയൻറ്റിഫിക് ഓഫീസറിൻ്റെ ഡോക്യുമെൻറ്റ്സിൽ ചോദിച്ച ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്, ഫിസിക്സിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 4ാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു നിർത്തി. പക്ഷേ പലരും ക്ലാസ്സുകൾ കണ്ടിട്ട് ചോദിച്ചു, സാറേ ആ പ്രോപ്പർട്ടികൾ, അതായത് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കുറച്ചുണ്ട്, അതൊന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്നതിനോട് ചോദിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതുകൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇവിടെ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, ഈ താഴെ തന്നിരിക്കും. ഇപ്പോൾ ഈ ചോദ്യം ഇതായിരുന്നു, അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ട്രൂ ഫോർ എ കോമൺ കളക്ടർ ആംപ്ലിഫയർ. കോമൺ കളക്ടർ ആംപ്ലിഫയറുമായിട്ട് ബന്ധപ്പെട്ട് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നുള്ളതാണ്. അപ്പോൾ 4 കാര്യങ്ങൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കോമൺ കളക്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെ പറഞ്ഞിരുന്നു. ഞാനൊന്ന് ഓടിച്ച് വായിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് ഓരോന്നായിട്ടും ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം, കാരണം നല്ലതാണത്. ഒന്ന് ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ്. ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മളൊരു കോമൺ കളക്ടർ ആംപ്ലിഫയർ എടുക്കുമ്പോൾ ഇവിടെ കണ്ടോ, ഒരു ഇൻപുട്ട് ഉണ്ട്. ഇവിടെ ഈ ഭാഗത്തുള്ള റെസിസ്റ്റൻസ് നമ്മൾ പറയുന്നവരാണ് ഇൻപുട്ട് റെസിസ്റ്റൻസ്. ഔട്ട്പുട്ടിൽ വരുന്ന ടോട്ടൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് നമ്മൾ പറയുന്നവരാണ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. അപ്പോൾ ഒരു കോമൺ കളക്ടർ ആംപ്ലിഫയർ എടുത്തു കഴിഞ്ഞാൽ ആ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് വളരെയധികം ആണ്. 20 മുതൽ 500 കിലോ ഓം വരെ, കിലോ ഓം അത്രയും അതിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഉണ്ട്. പക്ഷേ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ആണ്. അതായത് 50 മുതൽ 1000 K ആണ്. എത്രയാണ്? 50 മുതൽ 1000 K ആണ്. അവിടെ നിന്നില്ല, അതെനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. നോക്കട്ടെ ഒന്ന്, അതെങ്ങനെ ശരിയാവും. കോമൺ കളക്ടർ, കറണ്ട് ഗെയിൻ, ഔട്ട്പുട്ട് ഇമ്പിഡൻസ്, ഇൻപുട്ട് ഇമ്പിഡൻസ്, ഔട്ട്പുട്ട് ഇമ്പിഡൻസ്, ലോവസ്റ്റ്, മറ്റത് ഹയസ്റ്റ്. ഓക്കെ, ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ലോവസ്റ്റും ഇൻപുട്ട് ഇമ്പിഡൻസ് ഹയസ്റ്റും. ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ലോവസ്റ്റ്, ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ലോവസ്റ്റ്. യെസ്, ഇതിവിടെ ഇവിടെ 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 എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഒരു 0 കളഞ്ഞാൽ മതി. അതാണ്, ഒരു 0 കീഴ് വന്നതാണ് പ്രശ്നമായി വരുന്നത്. ഇപ്പോൾ കറക്റ്റായില്ലേ? അത് ഇൻപുട്ട് റെസിസ്റ്റൻസ് എങ്ങനെയാണ്? ഹയർ ആണ്. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എങ്ങനെയാണ്? ലോ വാല്യൂ ആണ്. 50 മുതൽ 100 കിലോ ഓം വരെ അതിൻ്റെ അകത്തുള്ളൂ. പക്ഷേ മറ്റേതാണെങ്കിൽ 500 കിലോ ഓം വരെ വരുന്നുണ്ട്. ഇനി ഹൈ കറണ്ട് ഗെയിൻ ആണ്. 50 മുതൽ 300 വരെയാണ് കറണ്ട് ഗെയിൻ. അപ്പോൾ എന്താണ് ഈ കറണ്ട് ഗെയിൻ എന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. കറണ്ട് ഗെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ടിൽ കറണ്ട് കൊടുക്കുന്നുണ്ടല്ലോ, ഔട്ട്പുട്ടിൽ ഒരു കറണ്ട് ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പോൾ ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് കറണ്ട്, ഇതിനാണ് നമ്മൾ കറണ്ട് ഗെയിൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന കറണ്ടിനെ എത്രത്തോളം ആംപ്ലിഫൈ ചെയ്തു അല്ലെങ്കിൽ എത്ര ഇരട്ടിയാക്കി എന്നതിൻ്റെ ഒരു അനുപാതമാണ് അതിൻ്റെ കറണ്ട് ഗെയിൻ എന്ന് പറയുന്നത്. ആ കറണ്ട് ഗെയിൻ എങ്ങനെയാണ്? കറണ്ട് ഗെയിൻ എങ്ങനെയാണ്? വളരെ ഹൈ ആണ്. ഹൈ കറണ്ട് ഗെയിൻ. ഓക്കെ, ഹൈ കറണ്ട് ഗെയിന്. അപ്പോൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഹയർ ആണ്. ദെൻ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ലോയാണ്. പിന്നെ കറണ്ട് ഗെയിൻ നമുക്കൊരു ടേം കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹൈ, വോൾട്ടേജ് ഗെയിൻ ലോ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ട്രിക്കൊക്കെ ഉപയോഗിച്ച് ഓർത്തിരുന്നാൽ മതി. പിടി കിട്ടിയോ? ഇങ്ങനെ ഹൈ ലോ അല്ലേ, ഹൈ ലോ ഹൈ ലോ അങ്ങനെ പഠിക്കണം. അപ്പോൾ ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, കറണ്ട് ഗെയിൻ, വോൾട്ടേജ് ഗെയിൻ, ആ ഓർഡർ പഠിക്കുക. എന്നിട്ട് ഹൈ ലോ അങ്ങനെയൊക്കെ പഠിക്കണം. അങ്ങനെയുള്ള കോഡുകൾ ഉണ്ടാക്കി പഠിക്കണം കേട്ടോ. ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളുടേതായ ഇഷ്ടത്തിന് ഉണ്ടാക്കുക. പവർ ഗെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? അപ്പോൾ വോൾട്ടേജ് ഗെയിൻ എത്രയാണ്? <1 ആണ് വോൾട്ടേജ് ഗെയിൻ. വോൾട്ടേജ് എന്ന് വെച്ചാൽ ഇൻപുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജാണ് വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത്. ആ വോൾട്ടേജിന് 1നേക്കാൾ കുറവായിരിക്കും പവർ ഗെയിൻ. എത്രത്തോളം പവർ ആംപ്ലിഫൈ എന്നുള്ളതാണ്. പവർ ഗെയിന് 10 മുതൽ 20 dB. dB മീൻസ് ഡെസിബൽ എന്നാണ് ആ യൂണിറ്റ് പറയുന്നത്. ഗെയിൻ ആയിരുന്നു, പവർ ഗെയിൻ ആയതുകൊണ്ട്. നോ ഫേസ് റിവേഴ്സൽ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അതെന്ത് സാധനം ഈ ഫേസ് റിവേഴ്സൽ? അതായത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സിഗ്നൽ ഇതാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഇരിക്കുന്ന സിഗ്നൽ ഇതാണ്. ഇവിടെ നിങ്ങളുടെ കോമൺ കളക്ടർ ആംപ്ലിഫയർ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് കൊടുത്തു, നമ്മൾ ഔട്ട്പുട്ട് എടുക്കുകയാണ്. ഔട്ട്പുട്ട് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സിഗ്നൽ ഇങ്ങനെ തന്നെ വലുതായി കിട്ടും. ഓക്കെ, അതായത് ഇത് തുടങ്ങി ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ? ഇവിടെയും തുടങ്ങുന്നത് മുകളിലോട്ടാണ്. കണ്ടോ? അപ്പോൾ നമ്മൾ പറയും ഒരേ ഫേസിലാണ് ഇവിടെ തുടങ്ങുന്നത് പറയും. അപ്പോൾ നോ ഫേസ് റിവേഴ്സൽ, ഫേസ് റിവേഴ്സ് ചെയ്യുന്നില്ല. ഒരുപക്ഷെ ഇവൻ ഇങ്ങനെ തുടങ്ങിയിരുന്നെങ്കിൽ നമ്മൾ പറയും 180 ഔട്ട് ഓഫ് ഫേസ് ആണ്, അല്ലെങ്കിൽ ഫേസ് റിവേഴ്സ് ചെയ്തു, തലകുത്തിയാണ് തുടങ്ങുന്നത് ഔട്ട്പുട്ട് എന്ന് പറയാം. പക്ഷെ ഇവിടെ എന്തില്ല? ഇവിടെ ഫേസ് ഇൻപുട്ട് ഔട്ട്പുട്ട് തമ്മിൽ ഫേസ് റിവേഴ്സൽ ഇല്ല എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉത്തരം എന്താ?
വോൾട്ടേജ് ഗെയിൻ ഈസ് ഹൈ എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഉത്തരം. എന്താണ്? വോൾട്ടേജ് ഗെയിൻ ഈസ് ഹൈ എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഉത്തരം. ഓക്കെ, ഇത് ഞാനൊരു പുസ്തകത്തിൽ നിന്ന് അതുപോലെ ഫോട്ടോ എടുത്ത് വെച്ചത്, അതുകൊണ്ടാണ് ഒരു ക്ലാരിറ്റി കുറവ് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇത് മസ്റ്റായിട്ടും പഠിക്കണം മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. കാണുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ജസ്റ്റ് പറയാം. സോറി, നോക്കിക്കോണം. ഇവിടെ ഓരോ ആണ് കോമൺ ബേസ് ആംപ്ലിഫയർ, കോമൺ എമിറ്റർ ആംപ്ലിഫയർ, കോമൺ കളക്ടർ ആംപ്ലിഫയർ. അത് മനസ്സിലായല്ലോ? അപ്പോൾ ഏറ്റവും ആദ്യം കറണ്ട് ഗെയിൻ കോമൺ ബേസ് ആണെങ്കിൽ നിയർലി യൂണിറ്റി, ഒന്നിനോട് അടുത്ത വാല്യൂ. കോമൺ എമിറ്റർ ആണെങ്കിൽ വളരെ ഹൈ ആണ് വാല്യൂ. കോമൺ കളക്ടർ ആണെങ്കിൽ ഹൈയസ്റ്റ് ആണ് വാല്യൂ. ഹൈയസ്റ്റ് അതിനേക്കാൾ കൂടുതലാണ്, വളരെ കൂടിയതാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, 3 ആംപ്ലിഫയറുകളിൽ ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് കറണ്ട് ഗെയിനുള്ള ആർക്കാണ്? കോമൺ കളക്ടർ, CCക്കാണ് ഏറ്റവും കൂടുതലുള്ളത്. കോമൺ കളക്ടർ ആംപ്ലിഫയർ ആണ് CC എന്ന് പറയുന്നത്. ഇനി വോൾട്ടേജ് ഗെയിൻ ആണെങ്കിൽ എങ്ങനെയാണ്? കോമൺ ബേസിന് ഹൈ ആണ്, കോമൺ കളക്ടറിന് വെരി ഹൈ ആണ്, കോമൺ എമിറ്ററിന് വെരി ഹൈ ആണ്, കോമൺ കളക്ടറിന് നിയർലി യൂണിറ്റി. ഓക്കെ, ഇനി പവർ ഗെയിൻ ആണെങ്കിൽ കോമൺ ബേസിന് മോഡറേറ്റ്, ഇത് കോമൺ ബേസ് CB, ഇത് കോമൺ എമിറ്റർ CE, ഇത് കോമൺ കളക്ടർ CC ആംപ്ലിഫയർ ആണ് മോഡൽ. കോമൺ എമിറ്റർ ആണെങ്കിൽ ഹൈയസ്റ്റ്, കോമൺ കളക്ടർ ആണെങ്കിൽ ലോവസ്റ്റ്. ഓക്കെ, ഇനി ഇൻപുട്ട് ഇമ്പിഡൻസ് അല്ലെങ്കിൽ ഇൻപുട്ട് റെസിസ്റ്റൻസിന്റെ മറ്റൊരു പേരാണ് ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. ഒരു റെസിസ്റ്റർ മാത്രമല്ല നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയും. കുറേ സാധനങ്ങൾ ചേർന്ന് വരുമ്പോൾ എല്ലാം കൂടി കൂട്ടുന്നതിനാണ് നമ്മൾ ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. LCS സർക്യൂട്ട് നമ്മൾ ഇമ്പിഡൻസ് ഒക്കെ പറയാറുണ്ട് എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഇൻപുട്ട് ഇമ്പിഡൻസ് കോമൺ ബേസിന് കുറവ്, ലോവസ്റ്റ് ആണ്, കോമൺ എമിറ്ററിന് മോഡറേറ്റ് ആണ്, കോമൺ കളക്ടർ ഹൈയസ്റ്റ് ആണ്. ഓക്കെ, ഇനി ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആണെങ്കിൽ കോമൺ ബേസിന് ഹൈയസ്റ്റ് ആണ്, കോമൺ എമിറ്ററിന് മോഡറേറ്റ് ആണ്, കോമൺ കളക്ടറിന് ലോവസ്റ്റ് ആണ്. ഇനി ഫേസ് റിവേഴ്സൽ, കോമൺ ബേസിൽ ഫേസ് റിവേഴ്സൽ ഇല്ല, കോമൺ എമിറ്ററിൽ ഫേസ് റിവേഴ്സൽ ഉണ്ട്, കോമൺ കളക്ടർ ഫേസ് റിവേഴ്സൽ ഇല്ല. അപ്പോൾ അതൊക്കെ ട്രിക്ക് ഉപയോഗിച്ച് ഓർക്കാം. എന്താണ്? കോമൺ എമിറ്ററിൽ മാത്രമേ ഫേസ് റിവേഴ്സൽ ഉള്ളൂ, അത് 180 ഡിഗ്രി ആണ്, ഓർത്ത് വെച്ചോളൂ, 180 ഡിഗ്രി ഫേസ് റിവേഴ്സൽ. പക്ഷേ കോമൺ ബേസ് ആണെങ്കിലും കോമൺ കളക്ടർ ആണെങ്കിലും ഫേസ് റിവേഴ്സൽ ഇല്ല. കണ്ടോ? അപ്പോൾ ഇതൊക്കെ നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലും സൂത്രപ്പണികൾ ഉപയോഗിച്ച് ബൈ ഹാർട്ട് ചെയ്യണം തലയ്ക്കകത്തേക്ക്. കേട്ടോ? ഒരു ചോദ്യം ഇവിടെ നിന്ന് കിട്ടും, അതുകൊണ്ട് അത്രയും പറയുന്നത്. നിങ്ങൾ ഈ ഫിസിക്സ് സിലബസുള്ള എന്തൊരു പരീക്ഷയ്ക്ക് പോയാലും ആംപ്ലിഫയറിന് എപ്പോഴും ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ആ ചോദ്യം ഇത് തന്നെ ആയിരിക്കാം. യെസ്, ഇതൊരു നല്ല ചോദ്യമാണ്. ചെയ്യാനുള്ളൊരു ടൈപ്പ് പ്രോബ്ലമാണിത്. കേട്ടോ? നമുക്കൊന്ന് ചെയ്യാം. ചോദ്യം, the coefficient term 1 minus z-1 square in the Taylor series of function z is equal to 1 divided by z square minus 9 about a fixed point z അല്ല x is equal to z is equal to 1 z equal to 1 എഴുതണേ. കേട്ടോ? ഫിക്സഡ് പോയിന്റ് വിത്ത് z is equal to 1, x ആണ് z ആയിട്ടുള്ളത്, z equal to 1. കേട്ടോ? അപ്പോൾ ടൈലർ സീരീസ് എക്സ്പാൻഷൻ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ടൈലർ സീരീസ് എക്സ്പാൻഷൻ എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് നമുക്ക് തരുന്ന ഫംഗ്ഷനുകളെ എല്ലാം നമുക്ക് സീരീസ് ആയിട്ട് എഴുതാം. ടൈലർ സീരീസ്, ലോറൻസ് സീരീസ്, മക്ലോറൻ സീരീസ്. നിങ്ങൾ ഡിഗ്രി ക്ലാസ്സുകളിൽ സബ് മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ടാവും. സയൻസിൻ്റെ ഒരു ബേസാണ് ശരിക്കും പറഞ്ഞാൽ ഈ സീരീസുകൾ എഴുതാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ടൈലർ സീരീസിൻ്റെ എക്സ്പാൻഷൻ ഇങ്ങനെ വരുന്ന എഴുതി കാണിച്ചു തരാം. എഫ് ഓഫ് ഇസഡ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ഇസഡ് നോട്ട് പ്ലസ് എഫ് ഡാഷ് ഓഫ് ഇസഡ് നോട്ട് ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് നോട്ട് പ്ലസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് ഇസഡ് നോട്ട് ഇൻറ്റു ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ദ ഹോൾ സ്ക്വയർ എക്സെട്ര. അതങ്ങനെ പോകും. ഇനി എഫ് ട്രിപ്പിൾ ഡാഷ് ഇസഡ് നോട്ട് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞു പോകും. ഈ എഫ് ഡാഷ് ഇസഡ് നോട്ട് താഴെ 1 ഫാക്ടോറിയൽ ഉണ്ട്, 1 ഫാക്ടോറിയൽ 1 ആയതുകൊണ്ടാണ് എഴുതാത്തത്. അതങ്ങനെ പോകും. വേണം ഒരു ടൈം കൂടി എഴുതി കാണിക്കാം. പ്ലസ് എഫ് ട്രിപ്പിൾ ഡാഷ് ഇസഡ് നോട്ട് ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ഹോൾ ക്യൂബ്. ഓക്കെ, ചോദ്യം എന്താ? ഇസഡ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ടൈലർ സീരീസിൻ്റെ ടേമിലെ കോഎഫിഷ്യൻ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക.
ഓക്കെ, കോഎഫിഷ്യന്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ടേമും നമുക്ക് വേണ്ട. നമുക്ക് ഏത് ടേമാണ് വേണ്ടത്? ഈ ടേമാണ് വേണ്ടത്. കണ്ടോ, ഇസഡ് നോട്ട് 1 ആണ്. അപ്പോൾ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ഹോൾ സ്ക്വയർ. അപ്പോൾ ഈ കിട്ടുന്ന ടേം എന്താണോ അതിനെയാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. എഫ് ഡബിൾ ഡാഷ് ഓഫ് ഇസഡ് നോട്ട് ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയലാണ് കാണേണ്ടത്. അത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? എഫ് ഓഫ് ഇസഡ് എഴുതണം. എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു എന്താണ്? 1 ഡിവൈഡ് ബൈ ഇസഡ് സ്ക്വയർ മൈനസ് 9 എന്ന് എഴുതാം. ഓക്കെ, ഇനി എന്താ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. എഫ് ഡാഷ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു എന്താണ്? 1 ഡിവൈഡ് ബൈ ഇസഡ് സ്ക്വയർ മൈനസ് 9 ദി ഹോൾ സ്ക്വയർ, ഒരു മൈനസ് വരും, ഇൻറ്റു 2z. അതെങ്ങനെയാണ് കിട്ടിയത്? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 ആണ്. അപ്പോൾ ഇവിടെ ഡി ബൈ ഡി ഇസഡ് ഓഫ് എന്താണ്? ഇസഡ് സ്ക്വയർ മൈനസ് 9 ഹോൾ റേസ് ടു മൈനസ് 1 എന്നാണ്. ഈ ഡിനോമിനേറ്ററുള്ള സ്ഥാനം മേളിൽ പോകുമ്പോൾ ഹോൾ റേസ് ടു മൈനസ് 1 ഇട്ടാൽ മതി. അത് അറിയാമല്ലോ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ എടുക്കും? ഇസഡ് സ്ക്വയർ മൈനസ് 9 ഹോൾ റേസ് ടു മൈനസ് 1 ഇവിടെ ഒരു മൈനസ് 1 വരും. എൻ എക്സ് റേസ് ടു, ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ മൈനസ് 1 ആണ് അല്ലേ? അപ്പോൾ മൈനസ് 1 ഇൻറ്റു ഇസഡ് സ്ക്വയർ മൈനസ് 9 റേസ് ടു മൈനസ് 2. കണ്ടോ, കിട്ടിയില്ലേ? ഇനി എന്ത് ചെയ്യണം? ഇതിന് മുഴുവൻ നമ്മൾ എക്സ് ആയിട്ടല്ലേ സങ്കല്പിച്ചത്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഡി ബൈ ഡി ഇസഡ് ഓഫ് ഇസഡ് സ്ക്വയർ മൈനസ് 9 എന്ന് എഴുതുക. കണ്ടോ, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1 ഇൻറ്റു ഇസഡ് സ്ക്വയർ മൈനസ് 1 ഹോൾ റേസ് ടു മൈനസ് 2 ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എത്രയാ? 2z അല്ലേ? ഇൻറ്റു 2z അല്ലേ? അതും ഇതുപോലെ ചെയ്താൽ മതി. ഇവിടെ ഇസഡ് സ്ക്വയർ ആണ്, എൻ്റെ സ്ഥാനത്ത് 2 ആണ്. അപ്പോൾ 2 ഇസഡ് റേസ് ടു 2 മൈനസ് 1 ഇത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് മൈനസ് 2z ഡിവൈഡ് ബൈ ഇസഡ് സ്ക്വയർ മൈനസ് 9 ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അത് കിട്ടി. എഫ് ഡാഷ് ഓഫ് ഇസഡ് കിട്ടി. എഫ് ഡാഷ് ഓഫ് ഇസഡ് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2z ഡിവൈഡ് ബൈ ഇസഡ് സ്ക്വയർ മൈനസ് 9 ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. കിട്ടിയോ? ഇത്ര കിട്ടിയോ? ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? എഫ് ഡബിൾ ഡാഷ് ഓഫ് ഇസഡ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുക? എഫ് ഡബിൾ ഡാഷ് ഓഫ് ഇസഡ് എഴുതാൻ പോവുകയാണ്. അതായത് ഇതിൻ്റെ ഡെറിവേറ്റീവിന് വീണ്ടും എടുക്കണം. അപ്പോൾ ഞാൻ ഈ മൈനസിനെ പുറത്ത് നിർത്തുകയാണ് കേട്ടോ, അതിനെ ഉള്ളിലേക്ക് കടത്തുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അതിനൊരു റൂളുണ്ട്. ആ റൂൾ ഞാൻ ഈ വലതുവശത്ത് എഴുതാം. റൂൾ ഇങ്ങനെയാണ്: ഡി ബൈ ഡി എക്സ് ഓഫ് യു ബൈ വി ഇസ് ഈക്വൽ ടു ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഡിനോമിനേറ്റർ. ഇതാണ് കോഷ്യൻ റൂള് എന്ന് പറയുന്നത് കേട്ടോ. ഒന്നറിയില്ലെങ്കിൽ നിങ്ങളൊന്ന് ഡിഫറൻഷിയേഷനൊക്കെ നോക്കണേ, പ്ലസ് 1 പ്ലസ് 2 അല്ലെങ്കിൽ ഡിഗ്രി ക്ലാസ്സിലൊക്കെ ഉള്ളത്. കണ്ടോ? അപ്പോൾ എന്ത് ചെയ്യുക? യു ബൈ വി ആണെങ്കിൽ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് ദി ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് ദി ഡിനോമിനേറ്റർ അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഡിനോമിനേറ്റർ അല്ല, ഇവിടുത്തെ വി എന്ന് പറയുന്നത് താഴെയുള്ള മുഴുവൻ ഇസഡ് സ്ക്വയർ മൈനസ് 9 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ എഴുതാം. അപ്പോൾ അതെ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ ഇസഡ് സ്ക്വയർ മൈനസ് 9 ദി ഹോൾ സ്ക്വയർ. അപ്പോൾ റേസ്റ്റ് 4 ആവും. ഇവിടെ ഓൾറെഡി 2 ഉണ്ട്, അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 4 ആവും. വരയിടുക. ഡിനോമിനേറ്റർ സ്ക്വയർ ഡിനോമിനേറ്റർ ഇൻറ്റു ഇസഡ് സ്ക്വയർ മൈനസ് 9 ദി ഹോൾ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ന്യൂമറേറ്റർ 2z ഡെറിവേറ്റീവ് എത്രയാണ്? 2 അല്ലേ? മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഡിനോമിനേറ്റർ അല്ലേ? ഇസഡ് സ്ക്വയർ മൈനസ് 1 ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എത്രയാണ്? ഇൻറ്റു 2 ഇൻറ്റു ഇസഡ് സ്ക്വയർ മൈനസ് 9 ഇൻറ്റു 2z എന്ന് എഴുതാം. കണ്ടോ? അപ്പോൾ ഡെറിവേറ്റീവ് ചെയ്യാൻ പഠിക്കണം. അറിയില്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചെങ്കിലും പഠിക്കണം നിങ്ങൾ കേട്ടോ. ബുക്ക് നോക്കിയാൽ മതി, കിട്ടും. ഇതൊന്നും വലിയ പാടുള്ള കാര്യമല്ല കുട്ടികളെ. ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് പോവില്ല അറിയുന്നത്. അതാണ്. ഇനി എന്ത് ചെയ്യണം? എഫ് ഡബിൾ ഡാഷ് ഓഫ് ഇസഡ് നോട്ട് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് ഇസഡ് കിട്ടി. ഇസഡ് നോട്ട് എത്രയാ? ഇസഡ് നോട്ട് ഇത് ഇസഡ് നോട്ട് ആട്ടോ. ഇസഡ് നോട്ട് ഈസ് ഈക്വൽ ടു 1 ആണ്. ഇസഡ് എന്നോ ഇസഡ് നോട്ട് എന്ന് എഴുതുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം?
എഫ് ഡബിൾ ഡാഷ് ഓഫ് ഇസഡ് നോട്ട് ചെയ്യാം. എഫ് ഡബിൾ ഡാഷ് ഓഫ് ഇസഡ് നോട്ട്, അതായത് ഇസഡ് കാണുന്നിടത്ത് എല്ലാം എന്ത് കൊടുക്കണം? 1 എന്നിട്ട് കൊടുക്കണം. അതാണ് പോയിന്റ്. ഇപ്പോൾ ഒരു മൈനസ് പുറത്തുണ്ട്. ബാക്കി എന്തുണ്ട്? 1 മൈനസ് 9 ദി ഹോൾ സ്ക്വയർ ഇൻറ്റു 2. അല്ല, ഇവിടെ നമുക്ക് ഒരു ടേം വേണേൽ വെട്ടിക്കളയാൻ പറ്റും കേട്ടോ, സുഖമായിട്ട്. അപ്പം കുറച്ചുകൂടി ഈസി ആക്കാൻ ചെയ്യാനായിട്ട്. അതായത് നമുക്കങ്ങനെയാണ് ആ സ്റ്റെപ്പ് ചെയ്യാം. ഇത് വെട്ടാണേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഇസഡ് സ്ക്വയർ മൈനസ് 9 ഉണ്ട്, ഇവിടെയും ഇസഡ് സ്ക്വയർ മൈനസ് 9 ഉണ്ട്. ഇവിടെ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഒരെണ്ണത്തിന് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അപ്പോൾ ഇസഡ് സ്ക്വയർ മൈനസ് 9 ഇൻറ്റു ഒരു മൈനസ് പുറത്തുണ്ട് കേട്ടോ, ഇൻറ്റു 2 മൈനസ് 2z 2z. അപ്പോൾ 2 കൊണ്ട് 4, 4 കൊണ്ട് 8, 8z സ്ക്വയർ. ഓക്കെ, ഇത്രയും കിട്ടിയത്. ഞാനപ്പോൾ ഇതൊന്ന് തൂത്തിട്ട് ഈ സ്റ്റേജ് തൊട്ടോ വീഡിയോ ഒന്നുകൂടെ എഴുതട്ടെ താഴത്തേക്ക്. ഇതെല്ലാം കൂടി ആകെ ഇതാവില്ലെങ്കിൽ ഇത്രയും ഓക്കെ നിർത്തുക കേട്ടോ. എന്നിട്ട് ബാക്കി ഞാൻ എഴുതാം. ഇത് ഇപ്പോൾ കളയുകയാണെങ്കിൽ ഇതെല്ലാം പോവും. അതുകൊണ്ട് ഓക്കെ, എന്നിട്ട് ബാക്കി ചെയ്യാൻ പോകണം. ഞാൻ അപ്പോൾ ആ സ്റ്റെപ്പ് ഇങ്ങോട്ടൊന്ന് എഴുതുകയാണ്. ഏതായിരുന്നു ആ സ്റ്റെപ്പ്? എഫ് ഡബിൾ ഡാഷ് ഓഫ് ഇസഡ് കേട്ടോ. എഫ് ഡബിൾ ഡാഷ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഒരു മൈനസ് പുറത്തുണ്ട്, ബാക്കി ഇസഡ് സ്ക്വയർ മൈനസ് 9 ഹോൾ സ്ക്വയർ ഇൻറ്റു 2 മൈനസ് 2z ഇൻറ്റു ഇസഡ് സ്ക്വയർ മൈനസ് 9 ഇൻറ്റു 2z ഇൻറ്റു 2 whole divided by z square minus 9 whole raised to 4. അപ്പോൾ z square minus 9 കോമൺ ആയിട്ട് പുറത്തെടുക്കുക. z square minus 9 കോമൺ ആയിട്ട് പുറത്തെടുത്തു. മൈനസ് ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇവിടെ ബാക്കി ഒരു z square minus 9 വരും. ഇൻറ്റു 2 മൈനസ് 2 കൊണ്ട് 4, 4 കൊണ്ട് 8, 8 കൊണ്ട് അപ്പോൾ 8z സ്ക്വയർ അല്ലേ, 8z സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ z സ്ക്വയർ മൈനസ് 9 ഹോൾ റേസ് ടു 4. ഈ 4 വിട്ട് ഇവിടെ 3 ആവും, ഇത് അപ്പാടെ പോവുകയും ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് z സ്ക്വയർ മൈനസ് 9 ഇൻറ്റു 2 മൈനസ് 8z സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ z സ്ക്വയർ മൈനസ് 9 ഹോൾ ക്യൂബ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഇതിപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് ഇസഡ് ആണ്. ഇനി എഫ് ഡബിൾ ഡാഷ് ഓഫ് ഇസഡ് നോട്ട് കണ്ടുപിടിക്കണമെങ്കിൽ ഇസഡിന് 1 എന്ന് കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് 1 മൈനസ് 9 ഇൻറ്റു 2 മൈനസ് 8 ഇൻറ്റു 1 ഹോൾ ഡിവൈഡ് ബൈ 1 മൈനസ് 9 ദി ഹോൾ ക്യൂബ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 8 ഇൻറ്റു 2 മൈനസ് 8 ഹോൾ ഡിവൈഡ് ബൈ മൈനസ് 8 ദി ഹോൾ ക്യൂബ്. ഓൾറെഡി ഒരു മൈനസ് പുറത്തുണ്ട്, അത് മറക്കരുത് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? മൈനസ് പുറത്തുണ്ട്, മുകളിൽ മൈനസ് 24 ഡിവൈഡ് ബൈ 64 ഇൻറ്റു മൈനസ് 8. ഇതിന് 64 ഇൻറ്റു മൈനസ് 8 എന്ന് എഴുതണം കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ വെട്ടാമല്ലോ, മുകളിലും താഴെയും വെട്ടാം. അപ്പോൾ മുകളിലും താഴെയും വെട്ടുമ്പോൾ 2 കൊണ്ട് വെട്ടുമ്പോൾ മുകളിൽ 3 താഴെ 2 അല്ലേ. ഈ മൈനസും പ്ലസ് ആവും, പിന്നെ ഒരു മൈനസ് പുറത്തുണ്ട്. അപ്പോൾ മൈനസ് 3/64 ഇൻറ്റു 2 അത് എത്രയാണ്? 128 കണ്ടോ. അപ്പോൾ മൈനസ് 3 ഡിവൈഡ് ബൈ 128. മൈനസ് 3 ഡിവൈഡ് ബൈ 128 ഏത് ഓപ്ഷൻ? ഇതാ മൈനസ് 3 ഡിവൈഡ് ബൈ 128. ഇങ്ങനെയാണ് ആ പ്രോബ്ലം ചെയ്ത് കിട്ടുന്നത് കണ്ടോ. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകൾ ചെയ്യണം. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ആദ്യമേ ഒഴിവാക്കുക, ചെയ്യണ്ട. ഞാൻ പ്രോത്സാഹിപ്പ് ചെയ്തില്ല. അപ്പോൾ എത്ര സമയം പോയി ഒരു ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പിടിയിട്ടോ. നമുക്ക് വായിക്കുമ്പോൾ തന്നെ എഴുതാൻ പറ്റുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ ഇതും ചെയ്തൊരു 15 മിനിറ്റ് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി 1 മണിക്കൂറുള്ളതിൽ എല്ലാം ചോദ്യം ചെയ്യാൻ പോകേണ്ടി വരും. അപ്പോൾ നമുക്കൊരു 5 ചോദ്യം ചെയ്യാൻ സമയം ഇവിടെ കളഞ്ഞു. ഒരു പക്ഷേ ഇത് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ എന്ത് പറ്റും? സമയവും പോയി, ഉത്തരവും കിട്ടത്തില്ല. ഉത്തരം കിട്ടിയാൽ വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യാൻ നിൽക്കും, അപ്പോൾ വീണ്ടും സമയം പോകും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ലെങ്തി ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ ചെയ്തെടുക്കാനുള്ള വലിയ ചോദ്യങ്ങളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ
അത് അവിടെ ഉപേക്ഷിക്കുക. എന്നിട്ട് ബാക്കിയെല്ലാം ചെയ്ത് ഏറ്റവും അവസാനം ഒരു 10 മിനിറ്റ് അതിന് വേണ്ടി മാറ്റി വയ്ക്കണം. ആ മാറ്റി വയ്ക്കുന്ന സമയം വേണം ഇങ്ങനെയുള്ളതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. കിട്ടിയോ? പിന്നെ ചില ചോദ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നും ലെങ്തി ആയിട്ട്, പക്ഷേ ലെങ്തി ഉണ്ടാവില്ല. അപ്പോൾ അത് മനസ്സിലാക്കാനും ഒരു കഴിവുണ്ടാവണം. അത് കുറേ നമ്മൾ ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും ടോട്ടലി. കേട്ടോ? ശരി, അപ്പോൾ ഡി ആണ് ഉത്തരം കേട്ടോ, ഓപ്ഷൻ ഡി. അടുത്തത്, if the uncertainty in the velocity of a particle is equal to its velocity, what is the order of uncertainty in its location? ലൊക്കേഷനിലെ അൺസർട്ടനിറ്റി എത്രയാണെന്നുള്ളതാണ് ഈ ചോദ്യം. ഓക്കെ, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം കേട്ടോ. ഇത് കെമിസ്ട്രിക്കാർക്കും കോമൺ ആയിട്ട് പഠിക്കുന്നതാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, അല്ലേ? ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചെയ്താലോ? ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്കറിയാം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഡെൽറ്റ എക്സ് ഡെൽറ്റ പി ഈസ് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു h/4π. പല ഫോമിൽ എഴുതാറുണ്ട് കേട്ടോ. അത് ഓരോ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ആ പല ഫോം മാറ്റി എഴുതുന്നത്. ഹൈഡ്രജൻ്റെ കേസ് എന്നൊക്കെ പറഞ്ഞാൽ കൺസിഡർ ചെയ്യുന്നു. ഗോസിയൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഒരു രീതിയിൽ എഴുതും, അങ്ങനെയുണ്ട്. അപ്പോൾ ഇങ്ങനെ എഴുതാം. ദെൻ ഈ മൊമെൻറ്റം എന്ന് വെച്ചാൽ എന്താ? P = mv ആണ്. അല്ലേ? അപ്പോൾ ഡെൽറ്റ പി എന്ന് വെച്ചാൽ m × Δv എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എക്സ് m × Δv ഈ ഗ്രേറ്റർ ഓർ ഈക്വൽ ടു ഞാൻ മാറ്റാൻ പോവാണ്. ഞാൻ ജസ്റ്റ് അതിന് ഈക്വൽ ടു ചെയ്യാൻ എളുപ്പത്തിൽ കേട്ടോ. h/4π എന്ന് എഴുതാം. h/4π. ഓക്കെ, ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു ഇറ്റ്സ് വെലോസിറ്റി. അതായത് അൺസർട്ടനിറ്റി ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി തുല്യമാണ്. ചോദ്യം പറഞ്ഞിട്ടോ. അപ്പോൾ ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ഡെൽറ്റ എക്സ് എം വി ഇസ് ഈക്വൽ ടു h/4π. ഇനി ഡെൽറ്റ എക്സ് വി ഇല്ല, ഇനിയിപ്പോൾ വി ഉള്ളൂ. ഡെൽറ്റ എക്സ് വി ഇസ് ഈക്വൽ ടു h/4πm. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു h/4πmv. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാം ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്? h/p ആണ്, അല്ലേ? അല്ലെങ്കിൽ ലാംഡ ഇസ് ഈക്വൽ ഡി ബ്രോഗ്ലി വേവിൽ എന്താ? ലാംഡ ഇസ് ഈക്വൽ h/mv എന്ന് എഴുതാം, അല്ലേ? അങ്ങനെയാണെങ്കിൽ v ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? h/m ലാംഡ എന്ന് എഴുതാം. അതിങ്ങോട്ട് ഇട്ട് കൊടുക്കാമല്ലോ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു h/4πm × h/m ലാംഡ എന്ന് എഴുതാം. പിടി കിട്ടിയോ? എമ്മും കട്ട് ചെയ്യാം, എച്ചും കട്ട് ചെയ്യാം. ലാംഡ നേരെ എങ്ങോട്ട് പോകും? മുകളിലോട്ട് പോകും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു λ/4π. അതായത് ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു λ/4π ഓർ ഡെൽറ്റ എക്സ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ലാംഡ. കണ്ടോ? നമുക്ക് എന്താ വേണ്ടത്? അൺസർട്ടനിറ്റി ഇൻ ലൊക്കേഷൻ. ഡെൽറ്റ എക്സ് ആണ് വേണ്ടത്. ഡെൽറ്റ എക്സ് കിട്ടിയല്ലോ. ഡെൽറ്റ എക്സ് എത്രയാണ്? ഡെൽറ്റ എക്സ് ഓപ്ഷൻ ബി ലാംഡ. ഏതാണ്? ഓപ്ഷൻ ബി ലാംഡ. കിട്ടിയത് കണ്ടോ? അപ്പോൾ ആ 4π എടുക്കേണ്ട ആവശ്യമില്ല, അത് കോൺസ്റ്റൻ്റ് ആണ്. നമ്മുടെ ഈ പറയുന്ന ഓപ്ഷനിലൊന്നും 4π ഇല്ല, അപ്പോൾ അതുകൊണ്ട് അതിനെ ഒഴിവാക്കാം. അപ്പോൾ അങ്ങനെ പോയിട്ട് ബാക്കി ഉത്തരം കിട്ടുന്നത് എന്താ? ഓപ്ഷൻ ബി ലാംഡയാണ് നമ്മുടെ അതിന് ഉത്തരമായിട്ട് ശരിയായിട്ട് കിട്ടുന്നത്. കേട്ടോ? അടുത്തത് ഇതൊരു നല്ല ചോദ്യമാണ് കേട്ടോ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ചോദ്യം. ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു ചോദ്യമാണ്. കെമിസ്ട്രിക്കാർക്കും പഠിക്കാനുണ്ട്, ഫിസിക്സുകാർക്കും പഠിക്കാനുണ്ട്. രണ്ട് ആസ്പെക്ട്സിലാണ് പഠിക്കുന്നതാണ് വ്യത്യാസം. ഓക്കെ, അപ്പോൾ ശരി നോക്കുക. The energy of the particle in 3-dimensional cubic box of length L is given by 21. 2L അല്ല 21 കേട്ടോ, നോക്കണേ. ഇത് 2L അല്ല 21 ആണേ. 21 pi square h cross square divided by 2ml square. Then the degeneracy of the state is എന്താണ്? Then the degeneracy of the state. ചോദ്യം നോക്കുക. The degeneracy of the particle in 3-dimensional cubic box of length is L is given by 21 pi square h square divided by 2ml square. Then the degeneracy of the state is, സ്റ്റേറ്റിൻ്റെ ഡീജനറസി എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം അറിയേണ്ടത് ഒരു 3-dimensional പൊട്ടൻഷ്യൽ വെല്ലാണെങ്കിൽ ആ പൊട്ടൻഷ്യൽ വെല്ലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എനർജിയുടെ ഇക്വേഷനാണ്. അതായത് ഇങ്ങനെയാണ് ഇക്വേഷൻ: E nx ny nz 3 ആണ് ഇസ് ഈക്വൽ ടു എന്താണ്? പൈ സ്ക്വയർ h ക്രോസ് സ്ക്വയർ ഡിവൈഡ് ബൈ 2ml സ്ക്വയർ ഇൻറ്റു
NX സ്ക്വയർ പ്ലസ് NY സ്ക്വയർ പ്ലസ് NZ സ്ക്വയർ എന്നെഴുതാം. ഓക്കെ, ശരിയല്ലേ? അപ്പോൾ ഇവിടെ 21 ആണ്. 21, അതായത് NX സ്ക്വയർ പ്ലസ് NY സ്ക്വയർ പ്ലസ് NZ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 21 കിട്ടണം. ഈ എന്നിൻ്റെ വാല്യൂ 1 2 3 എക്സെട്ര 0 വരത്തില്ല പാർട്ടിക്കിളിൻ്റെ ബോക്സിൻ്റെ കേസിൽ. കണ്ടോ? അപ്പോൾ എന്ത് ചെയ്യുക? 21 കിട്ടാൻ ഏതൊക്കെ കോമ്പിനേഷൻ ഇതിനകത്ത് എടുക്കാൻ പറ്റും എന്നാണ് നമ്മൾ ഇതിനകത്ത് ആദ്യം ആലോചിക്കേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 4ഉം 2ഉം 1ഉം എടുത്ത് നോക്കിയേ. 4, ഇതിന് 4 എടുക്കുക, ഇതിന് 1 എടുക്കുക, ഇതിന് 2 എടുക്കുക. അപ്പോൾ നോക്കിയേ, 16 പ്ലസ് സ്ക്വയർ ചെയ്യുമ്പോൾ പ്ലസ് 4 21 അല്ലേ? അതായത് NX NY, അതായത് NX NY NZ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 1 2 എന്നെടുക്കാം. ശരിയല്ലേ? എന്താണ്? 4 1 2 എന്നെടുക്കാം. 4 1 2 അല്ലേ? 3 ആളുകളാണ് ഇതിൻ്റെ അകത്തുള്ളത് അല്ലേ? 4 1 2 എന്ന് പറഞ്ഞിട്ട് 3 ആളുകളാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് എഴുതാനായിട്ട് പറ്റുന്നത്. ശരിയല്ലേ? 3 ആളുകൾ. അല്ലെങ്കിൽ നമുക്ക് ഓക്കെ, അപ്പോൾ എത്രയാണ്? 3 3 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 3 ആളുകളെ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. NX NY NZ എന്ന് പറയുന്നത് 3 ആളുകൾ മാത്രം നമുക്ക് കോമ്പിനേഷൻസ് എടുക്കാൻ പറ്റുള്ളൂ. അത് ഡിഫറെൻറ്റ് കോമ്പിനേഷനായിട്ട് തിരിച്ചും മറിച്ച് നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 4 കിട്ടിയതാ വാല്യൂ? യെസ്, 4 2 1. അപ്പോൾ 4 2 1 എന്ന് എഴുതാം, 1 2 4 എന്ന് എഴുതാം. അങ്ങനെ ഒരു കോമ്പിനേഷൻ, അങ്ങനെ 3 കോമ്പിനേഷൻ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്തിട്ട് എഴുതിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. സോ അങ്ങനെയാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ നമുക്ക് ഓപ്ഷൻ ബി 3 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ്റെ അകത്തേക്ക് വരാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇതെന്തിൻ്റെയാണ്? ഇതൊരു ക്യൂബിക്കൽ ബോക്സിൻ്റെ കേസിൽ മാത്രമാണ് നമുക്കിങ്ങനെ പറയാനായിട്ട് പറ്റുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, 3 ഡീജനറസി എത്രയാണ്? 3. ഓക്കെ, അപ്പോൾ 3 ഡീജനറസി ഉള്ള ഒരേ ഒരു കേസ് ഇത് മാത്രമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഡീജനറസി എന്ന് വെച്ചാൽ ഒരേ ലെവലുള്ള 3 ആളുകൾ എന്നാണ് അർത്ഥം കേട്ടോ. ഒരേ ലെവലുള്ള 3 ആളുകൾ എന്നാണ് ഈ ഡീജനറസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 3 ആളുകൾ. NX NY NZ. ഓക്കെ, ഒരു സ്റ്റേറ്റിൽ തന്നെ 3 ആളുകൾ വരും. ആ വരുന്ന 3 ആളുകളെയാണ് നമ്മൾ ഇങ്ങനെ എഴുതി പോകുന്നത്. അതായത് 1 2 4 എന്ന് എഴുതാം. പിടികിട്ടുന്നുണ്ടോ? ഓക്കെ, ഇനി ഇതിന് പകരം 2 എന്ന് എഴുതാം, ഇതിന് പകരം 1 എന്ന് എഴുതാം, ഇതിന് പകരം 4 2 1 4. ദെൻ ഇവിടെയാണെങ്കിൽ കോമ്പിനേഷനാണ്, പലതായിട്ട് മാറി മാറി വരും. തിരിച്ചെഴുതാം വേണമെങ്കിൽ ഇങ്ങനെ. ഇവിടെ 4 1 2 ഇതൊരു കോമ്പിനേഷൻ വരും. 4 1 2 എന്ന് എഴുതാൻ പറ്റും. പിന്നെ ഇവിടെ എഴുതാത്ത പിന്നെ 2 ഉള്ളത് അല്ലേ? 2 എഴുതാൻ പറ്റും. ഇവിടെ എഴുതാത്ത ഏതോ 4 ഇവിടെ ഇല്ലാത്തത്. പിന്നെ ഇവിടെ ഇല്ലാത്ത ഏതാണ്? 1 ഇല്ലാത്തത്. കണ്ടോ? ഇനി അല്ലാതൊരു കോമ്പിനേഷൻ പറ്റില്ല. പിടികിട്ടിയോ? ഇതിപ്പോൾ ഇങ്ങനെ മാറ്റി അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഇതിപ്പോൾ കണ്ടോ, NXന് എടുക്കാൻ പറ്റുന്ന 3 വാല്യൂ 1 4 2 ആണ്. NYക്ക് എടുക്കാവുന്ന 3 വാല്യൂ 2 1 4 ആണ്. NZന് എടുക്കാവുന്ന 3 വാല്യൂ 4 2 1 ആണ്. അപ്പോൾ കോമ്പിനേഷൻ അതുപോലെ വരണം. കണ്ടോ? അല്ലാതെ ഒരിടത്ത് മാത്രം ഒരു പറ്റില്ല. അതായത് NX NY NZ ഇതെടുക്കുമ്പോഴും എത്ര കിട്ടും? 21 എനർജി കിട്ടും. ഇതെടുക്കുമ്പോഴും എത്ര കിട്ടും? 21 എനർജി കിട്ടും. അതായത് ഇതെടുക്കുമ്പോഴും 21 എനർജി കിട്ടും. പിടികിട്ടിയോ? അതായത് ഒരേ എനർജി ലെവലുള്ള 3 സ്റ്റേറ്റുകൾ നമുക്ക് വരയ്ക്കാൻ പറ്റും എന്നാണ് അർത്ഥം. 21 എനർജിയുള്ള 3 സ്റ്റേറ്റുകൾ വരയ്ക്കാൻ പറ്റും. പിടികിട്ടുന്നു? അതിനെയാണ് നമ്മൾ ഡീജനറസി എന്ന് പറയുന്നത്. ഒരേ എനർജിയുള്ള 3 സ്റ്റേറ്റുകൾ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ ലെവലുകളുടെ എണ്ണത്തെയാണ് അതിൻ്റെ ഡീജനറസി എന്ന് പറയുന്നത്. പിടികിട്ടുന്നുണ്ടോ? ഓക്കെ, അപ്പം അങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻ ബി കിട്ടുന്നത് കേട്ടോ. ശരി, ഓക്കെ. അപ്പോൾ നമുക്ക് നല്ലൊരു ചോദ്യമാണിത്. ഇത് നോക്കണം കേട്ടോ. ഇത് 1 ഡയമെൻഷൻ ബോക്സ് ഉണ്ട്, 2 ഡയമെൻഷൻ ബോക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഞാനിപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ടാണ് പതുക്കെ പോകുന്നത്. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ ബാക്കി ചോദ്യങ്ങളായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.